ഹായ് ഗൈസ്. ആക്ച്വലി ഞാൻ വീഡിയോ ഒന്നും ഇങ്ങനെ ചെയ്യാറില്ല, എല്ലാവർക്കും അറിയപ്പെട്ടോ. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ എന്താന്നൊക്കെ ഏകദേശം കറക്റ്റ് ആയിട്ട് അറിയുന്നു വിചാരിക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് ഒരു പക്ഷേ മുന്നേ ചുറ്റുവട്ടത്തൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടാവും. എങ്കിൽ പോലും ഞാനിപ്പോ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നുകൂടി ഇതിലേക്കൊന്ന് ആക്റ്റീവ് ആയിട്ടൊക്കെ വന്നത്. കാരണം നമുക്ക് ഈ കുറച്ചൊക്കെ ഇൻട്രസ്റ്റഡ് ആണ്. കാരണം എല്ലാവരും ഇപ്പൊ ഈ യൂട്യൂബിൽ ഇപ്പൊ വീഡിയോ ചെയ്യുന്നത് പൈസക്ക് വേണ്ടിയിട്ടല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് മുന്നേ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാല് അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടോ ചോദിച്ചാൽ വരുമാനം ഉണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും നമ്മൾ പറയില്ല. പക്ഷെ അതിലും വലുത് എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ പേഴ്സണലി നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. കുറെ കുറെ മെസ്സേജ് ഇപ്പൊ ഞാൻ തന്നെ അറിഞ്ഞ കുറച്ച് മാസം മുന്നേ സ്റ്റാറ്റസ് ഇട്ടുണ്ട്. അതായത് ഈ വഴി വരുമ്പോ വീട്ടിലേക്ക് വരണേ, അതായത് ആദർശിന്റെ ഒരു ചേച്ചിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ, അതായത് കുറെ ആൾക്കാർ സ്നേഹിക്കുന്ന കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മോനെ എന്നൊക്കെ വിളിക്കുമ്പോൾ എന്നിട്ട് സീരിയസ്ലി ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ്. ആ സ്നേഹങ്ങൾ എപ്പോഴും കൊണ്ടുപോകണം. ആ സ്നേഹത്തിലേക്ക് കറ വീഴുന്നത് പോലെ ഒരു വിഷയം വന്നാൽ ഞാൻ അതിനോട് തികച്ചും പ്രതികരിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ നമ്മള് അതായത് ഡാഷ് കേസിലേക്ക് ഇടാൻ പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ സീരിയസ്ലി ഞാൻ വിട്ടുപോകുന്ന കേസാ. ഇതിപ്പോ എന്റെ വീട്ടിൽ നിലവിൽ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പ്രശ്നം എനിക്കറിയില്ല. ഇപ്പൊ എന്താ പറയാ, ഇപ്പം ഏതൊരു വീട്ടിലും ഒരു ചെറിയ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് വീട്ടിൽ തന്നെ ഉള്ള ഒരു പറഞ്ഞു തീർക്കാവുന്ന എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നിലവിൽ ഈ വീട്ടിൽ അങ്ങനത്തെ പോലും വലിയ പ്രശ്നം ഉണ്ടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഒരു എന്താ പറയാ, ഇപ്പം പേഴ്സണലി ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വിഷയം ഉണ്ടെങ്കിൽ ഞാനത് അപ്പം ആരും മൊത്തം നോക്കിയിട്ട് ഞാൻ ആ കാര്യം കൊണ്ട് പറയും. അതായത് ഇപ്പോ നമ്മളിപ്പോ കള്ളത്തരം, അതായത് നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പോയി പറയണം, പറഞ്ഞിട്ട് ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ ഓലോട് ഇങ്ങനെ സെന്റിമെന്റ്സ് അടിക്കണമെന്നോ എനിക്കില്ല. എന്തുണ്ടെങ്കിലും മുഖത്തേക്ക് പറയാം, അത്രേ ഉള്ളൂ. നിലവിലിപ്പം വലിയ പ്രശ്നം ഉണ്ടെന്നോ എനിക്കറിയില്ല. പക്ഷെ കുറെ കോളിലും മെസ്സേജിലും വീട്ടിലെന്താ പ്രശ്നം, വീട്ടിലെന്താ പ്രശ്നം, അതായത് എന്റെ വീട്ടിൽ എന്താ പ്രശ്നം ഉണ്ടോ എന്ന് പറയാൻ എനിക്ക് ഒരുപാട് പേർക്ക് ഉറക്കമില്ലാത്തൊരു സാധനം. ഒരു കമന്റിൽ വന്നിട്ട് എന്തൊക്കെയോ പറയണ്ട അതിന്റെ കൂട്ടത്തെ ആദർശ് നീ എന്താടാ ഉള്ളത്, ഇവനാരെ എന്നോട് ചോദിക്കേ. ഞാൻ ചോദിക്കട്ടെ, എന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം തീർക്കാൻ നമുക്കറിയാം. അതല്ലാണ്ട് ഇപ്പൊ ഇതിപ്പോ ഉണ്ടെങ്കിൽ തന്നെ അത് തീർക്കാൻ നമുക്കറിയാം. ഇപ്പൊ നിലവിൽ പ്രശ്നം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. ഇപ്പൊ എനിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇപ്പം ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള സമയത്ത് ഇപ്പൊ ഞാൻ ഇപ്പൊ കുറച്ചു കാലം മുന്നേ തന്നെ ആര്യക്ക് വയ്യാണ്ടാക്കുന്ന സമയത്ത് കുറെ കാലം വീഡിയോ ഇട്ടിട്ടല്ല. സത്യം പറഞ്ഞാല് എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാല് വീഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥ. വയ്യാണ്ടായി ഏത് മനുഷ്യരും ഇപ്പൊ നമ്മള് വലിയ സംഭവമാക്കി നിൽക്കാറില്ല. നമ്മക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പം സമ്പത്ത് നടന്നത് പൈസയല്ല, പൈസനെക്കാളും വിഷയം എന്ന് വെച്ചാൽ ഹെൽത്ത് ആണ് നമുക്ക് സമ്പത്ത് പറയുന്നത്. ഞാനും അത്ര തന്നെ കണക്കൂട്ടല്ല. നമുക്ക് സമാധാനപരമായിട്ട് ഒരു എല്ലാ ദിവസവും കിടന്നുറങ്ങാൻ പറ്റണം. ഉള്ളത് കഞ്ഞിയാണെങ്കിൽ പോലും കുടിച്ചിട്ട് ജീവിക്കണം. അതായത് എനിക്ക് വലിയ ആർഭാടായിട്ട് ജീവിക്കണം എന്നോ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ സത്യം പറയട്ടെ, എന്റെ അടുത്ത് ഒരു പോളോ കാറുണ്ട്. ഈ കാറ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഓന് കാറിലാണ് നിൽക്കാൻ പറ്റൂലേ, അതാക്കാൻ പറ്റൂല എന്ന് വെച്ചാല് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അടുത്ത് ആദ്യം പുതിയ സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം അത് ആക്സിഡന്റ് ആയിട്ടും എനിക്ക് നല്ല ലോസ്, കുറെ ബാധ്യതകൾ അതിൽ കൂടെ എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് ബാധ്യത എന്ന് പറഞ്ഞ സാധനം വരുന്നത് തന്നെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് വിഷയങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ട് ഞാൻ ആ ഒരു ഇതൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ ഈ കാർ എന്ന് പറയുമ്പോൾ ഒരു വീട്ടില് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മൂന്നാളെങ്കിലും ഉണ്ടെങ്കിൽ ബൈക്കിലൊന്നും പോകുക നടക്കൂല. ആ ഒരു സമയത്ത് ഞാൻ കാറ്, അതും ആ സമയത്തിന്റെ ഫിനാൻഷ്യൽ ഒക്കെ പാടെ ഒപ്പിച്ചിട്ട് എടുത്തത്. അല്ലാണ്ട് ഇതിന്റെ അടുത്ത് കുറെ ലക്ഷക്കണക്കിന് ഉറുപ്പിക എടുത്തു വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഫിനാൻഷ്യലി വെൽ സെറ്റപ്പോ ഒന്നുമല്ല. നോർമൽ ഒരു ഫാമിലി. അപ്പൊ നമുക്ക് ജീവിക്കാനുള്ള മുതൽ മതി. അതേപോലെ തന്നെ എനിക്കിപ്പോ കോടികൾ സമ്പാദിച്ചിട്ട് അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിക്കാനുള്ള ഒരു മുതല് ഉണ്ടായാൽ മതി. അല്ലാണ്ട് എനിക്ക് ആരും ദ്രോഹിക്കണം എന്നുമില്ല. അതേപോലെ തന്നെ ആരെയും ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാം, സാധാരണ ഇപ്പൊ നമുക്കൊരു യൂട്യൂബില് ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ടിന്റെ അവിടെ പോയിട്ട് ഒരു മിനിറ്റ്, ആ അക്കൗണ്ടില് അല്ലാണ്ട് ചിലർക്ക് കുറെ ആൾക്കാർക്ക് കുറെ അക്കൗണ്ട് ഉണ്ട്. കമന്റ് ഇടാനും അത് ഇടാനും ഒക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരൊറ്റ അക്കൗണ്ട് ഉള്ളൂ. ഞാൻ എന്ത് ഒരു കമന്റ് ഇടാനായാലും ഇൻസ്റ്റാഗ്രാമിൽ പോലും എനിക്ക് ഒരൊറ്റ അക്കൗണ്ടേ ഉള്ളൂ. ഞാനത് എന്ത് കമന്റ് ഇടാനുള്ളതാണെങ്കിൽ ഞാൻ അതിൽ പോയിട്ടിടും. അതല്ലാണ്ട് വേറൊരു അക്കൗണ്ട് കയറിയിട്ട് ഫേക്ക് ആയിട്ട് കുത്തിയിട്ട് ഉണ്ടാക്കേണ്ട അങ്ങനത്തെ ഒരു ചെറ്റ പരിപാടി ഞാൻ പഠിച്ചിട്ടില്ല, അത് ഞാൻ ചെയ്യൂല. അതേപോലെ തന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ വേറെ ഒന്നല്ല, നിലവിൽ വീട്ടിൽ പ്രശ്നം വെച്ചാൽ പ്രശ്നമില്ല. ഇനി നിങ്ങളായിട്ട് അത് പ്രശ്നം ഉണ്ടാക്കുക. നിങ്ങൾ മീൻസ് ഈ നെഗറ്റീവായിട്ട് കണ്ടുപിടിക്കുന്ന ആൾക്കാരോട് കേട്ടോ. സ്നേഹിക്കുന്നവരടുത്ത് നിങ്ങൾ എന്നും സ്നേഹിക്കുക, എന്നും കൂടെ നിൽക്കുക. എനിക്കതേ പറയാനുള്ളൂ. അതല്ലാണ്ട് ആരെയും വെറുപ്പിക്കാൻ 100% ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ലൈഫ്, ദൈവം തന്ന ലൈഫ്, നമ്മൾ ഈ നെഗറ്റീവ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് തപ്പിയെടുത്തിട്ട് ജീവിക്കാണ്ട്
കുറച്ച് പോസിറ്റീവായിട്ട് ജീവിക്കുക. പിന്നെ എനിക്ക് ഇമോഷണലി ഞാൻ എന്തെങ്കിലും വിഷമിച്ച് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇടും. ആ സ്റ്റാറ്റസ് ഒരു 24 മണിക്കൂറിനുള്ളിൽ വാനിഷായി പോകുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ ഇൻസ്റ്റാഗ്രാമിൽ. അതല്ലാണ്ട് ഞാൻ ഈ ഒരു യൂട്യൂബിൽ കൂടെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എനിക്ക് എൻ്റെതായ വിഷമങ്ങൾ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം പറഞ്ഞതാണ്. എൻ്റെ അച്ഛൻ മരിക്കുമ്പം പോലും ഞാൻ അടുത്തുണ്ട്. ആ ദിവസം അതിന്റെ കുറച്ച് 1-2 ദിവസം മുന്നേ തോന്നുന്നു അമ്മ അപ്പ അച്ഛന്റെ കൂടെ അല്ലേ അന്ന് സമയത്ത് വേറെ ഹോസ്പിറ്റലിലേനും ചേച്ചീന്റെ കൂടെ അമ്മ വന്ന സമയത്ത് പോലും അതായത് ഇപ്പോ ആ സമയത്ത് അത് ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് ഇപ്പൊ എന്താ പറയുക നമ്മുടെ എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന പോലെ ഒത്തുപോകും, ചിലപ്പോ കച്ചറ ഉണ്ടാവും, ഇതൊക്കെ ഒരു വീട്ടിലുള്ള പോലെ തന്നെ. അതൊന്നും നമുക്ക് യൂട്യൂബിൽ എടുത്തിട്ടിട്ട് റോസ്റ്റ് ചെയ്യാനോ ഒരാളെ പ്രൊമോട്ട് ചെയ്തിട്ട് ഇതാക്കാൻ സംഭവമാക്കാൻ ഒന്നും ഞാൻ വന്നിട്ടില്ല, വരുവുമില്ല. ഇത് ഞാൻ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല് ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് നല്ലോണം ഉണ്ടായിട്ടുള്ള സമയം ഉണ്ടാവും, കച്ചറുണ്ടായിട്ടുള്ള സമയം ഉണ്ടാവും. ഈ എല്ലാത്തിന്റെ അവസാനം അച്ഛൻ മരിക്കുന്നതിന് കുറച്ച് മുന്നേ വരെ അമ്മ അച്ഛനെ കാണാൻ വന്ന സമയത്ത് അമ്മയോട് അച്ഛൻ പറഞ്ഞ കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് അത്ര എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എൻ്റെ അച്ഛനെ അതായത് എന്റെ മോൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുള്ള സിറ്റുവേഷൻ അല്ല. കാരണം എന്താ വെച്ചാല് ഇവർക്ക് എന്താ പറയാ ഒരു അതായത് ഒരച്ഛന്മാരും അങ്ങനെ പറയില്ല, കുറച്ചൊക്കെ പോലും പവറായിട്ട് നിൽക്കും. പക്ഷെ ആ ഒരു സമയത്ത് അച്ഛൻ അമ്മേനോട് എന്റെ മോൻ എന്ന് പറഞ്ഞിട്ട് എന്റെ തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് അമ്മേനോട് ആ പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് അതിന്റെ മുകളിലേക്ക് ഒരു സർട്ടിഫിക്കറ്റ് അല്ല ആരും സർട്ടിഫിക്കറ്റോ എനിക്ക് ആവശ്യമില്ല. എനിക്ക് അതിന്റെ മുകളിൽ ഒന്നും ആവശ്യമില്ല. ഞാൻ എന്റെ ജീവിതം ഞാൻ ജീവിച്ചു തീർക്കുന്നത്. അതിപ്പോ എന്റെ കൂടെ എന്നെ സ്നേഹിച്ച് നിൽക്കുന്നവർ ആരുടെ ഞാൻ എന്താ പറയാ സ്നേഹിച്ച് ജീവിക്കുക, അതല്ലാണ്ട് കച്ചറ ഉണ്ടാക്കിയിട്ടോ അടി ഉണ്ടാക്കിയിട്ടോ ഒന്നും ജീവിക്കാൻ താല്പര്യമില്ല. ഇത് ഇത്രയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് ഇപ്പം നല്ലോണം ജീവിച്ചു പോകുന്നവരുടെ ഇടയിലെ പുഴു പോലെ വന്നിട്ട് ഇങ്ങനെ കിളി 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 നേരത്തെ ഇങ്ങനെ ചൊറിഞ്ഞു നിൽക്കാൻ കുറെ ആൾക്കാരുണ്ടാവും. ഞാൻ നെഗറ്റീവ് വീഡിയോസ് നെഗറ്റീവ് കമന്റിനൊന്നും ഇതാക്കി നിൽക്കാലോ. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ ഭാര്യ അതായത് ആര്യനെ കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലക്കെന്ന് ഞാൻ ചിന്തിക്കുള്ളൂ. എന്തുകൊണ്ട് വെച്ചാലുണ്ടല്ലോ, ഇപ്പൊ നമ്മളെ ചുറ്റുവട്ടത്ത് തന്നെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ നടത്തും ഒരുപാട് ടൈപ്പ് ആൾക്കാരുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്റെ കൂടെ എന്റെ ഏതൊരു സിറ്റുവേഷനിലും അതായത് ഇപ്പം ഒന്നുമില്ലാത്ത സിറ്റുവേഷനിൽ ഒരു മനുഷ്യന് വരും, അതേപോലെ തന്നെ നല്ലോണമുള്ള സിറ്റുവേഷനിൽ ഒരു മനുഷ്യൻ, ആ എല്ലാ സിറ്റുവേഷനിലും ഒരേപോലെ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാളെ ആണ് എൻ്റെ വൈഫ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ എനിക്ക് ഒരു ഇതും തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ എനിക്ക് അമ്മ, ചേച്ചി ഇവരെല്ലാവരും ഉണ്ട്. അതായത് എല്ലാവർക്കും അവരുടേതായ ലൈഫ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ വീട്ടില് ഞാനും ആര്യയും ആണ് ജീവിക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ എണീക്കും, ആര്യ രാവിലെ എണീച്ചു കഴിഞ്ഞാൽ ഞങ്ങള് രാവിലത്തെ ചായ, ഉച്ചത്തെ ചോറ്, വൈകുന്നേരത്തെ ചായ, അത് അങ്ങനത്തെ ഒരു റൊട്ടീൻ, ഭക്ഷണത്തിന്റെ റൊട്ടീൻ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഇപ്പൊ നമ്മുടെ അടുത്ത് ഭക്ഷണം വാങ്ങാൻ പൈസ അല്ല വിചാരിക്കും, അത് നമ്മൾ ഉണ്ടാക്കാനാണ് നമ്മൾ ഓരോ ദിവസവും അധ്വാനിക്കുന്നത് ഏതൊരു മനുഷ്യനും. അതേപോലെ തന്നെ അധ്വാനിച്ച് ജീവിച്ച് എന്തെങ്കിലും നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ജീവിച്ചാൽ മതി എന്നുള്ള ചിന്തയുള്ളൂ. അതല്ലാണ്ട് എനിക്ക് ആരെയോടും കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇപ്പം കുറ്റം കാണിച്ചിട്ടോ ഒന്നും നേടാനോ ഒന്നുമില്ല. ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാല് ഒരുപാട് വൃത്തികെട്ട കമന്റ്സ് ഇടുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളെ വീട്ടിലുള്ളത് പോലെ ആവണമെന്നില്ല ബാക്കിയുള്ളവരുടെ വീട്ടില്. ഈ നെഗറ്റീവായിട്ട് കമന്റ്സ് കുറച്ച് ഇടുന്നവരുണ്ട്. ഏതൊരു ഗൗതം ഒറ്റൊരു വല്ലാണ്ട് ചൊറിയാൻ നിൽക്കരുത്. കാരണം എന്താ വെച്ചാല് ഞാൻ എന്റെ ഭാര്യന്റെ വാക്ക് കെട്ടി ജീവിക്കേണ്ട ആവശ്യം എനിക്ക് വന്നില്ല. ഞാൻ എന്റെ ഭാര്യന്റെ സാരിത്തുമ്പിൽ ജീവിക്കുന്ന ഒരാളുമല്ല. ഞാൻ ആര്യനെ അടുത്ത് എന്തേലും എന്ത് കാര്യം എനിക്ക് പറയണമെന്നുണ്ടേലും പറയും. ഞാൻ ആ പറയലുണ്ട്. ഞാനിപ്പോ എപ്പോഴും ഞാനിങ്ങനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് നടക്കലൊന്നല്ല. കച്ചറ ഉണ്ടാക്കുന്ന സമയത്ത് കച്ചറ ഉണ്ടാക്കും, പറയാനുള്ളത് പറയും. അതല്ലാണ്ട് എല്ലാം കേട്ടിട്ട് സാരിത്തുമ്പിൽ നടക്കുന്ന സ്വഭാവം ഇരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചിന്തിക്കുക, കമന്റ് ഒക്കെ ഇടുമ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ഇപ്പൊ ഇന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതായത് ഇന്നെ സ്നേഹിക്കുക മീൻസ് ഇന്നെയോ ആരെയും ഒക്കെ സ്നേഹിക്കുന്ന ഈ ഫാമിലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഈ നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് അവരുടെ മനസ്സിലേക്കും കൂടി ഒരു വിഷം കയറ്റി വെച്ചിട്ട് നമ്മളോടുള്ള ഇഷ്ടം അവിടെ ഇല്ലാണ്ടായി പോകണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ അങ്ങനെയുള്ള ഒരു കമന്റ് ഇടും. ആ കമന്റിന് എല്ലാത്തിനും ഇപ്പം എനിക്ക് റിപ്ലൈ തന്നിട്ട് കമന്റിനെ നോക്കിയിട്ട് ഇരിക്കാനും പറ്റില്ല. പക്ഷെ പിന്നെ കമന്റ് ഇട്ടുമ്പോൾ നമ്മള് ചെറുതായിട്ടൊക്കെ ഇടും. അല്ലാണ്ട് ഓരോ മനുഷ്യരുടെയും ജീവിതം തന്നെ ഇല്ലാണ്ടാക്കുന്ന രീതിക്ക് കമന്റ്സ് ഇടുന്ന പരിപാടി നിർത്തുക. അപ്പൊ ഇതൊക്കെ പറയാൻ വേണ്ടിട്ട് വന്നതേ ഉള്ളൂ. നിലവിൽ നമ്മളെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതായത് ഇപ്പൊ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വല്ലാണ്ട് മെസ്സേജും കോളും ചെയ്തിട്ട് നമ്മളെ ഉള്ള സമാധാനം പോക്കരുത്. കാരണം ഇപ്പം ഞാനും ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിപ്പോ ആര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയമുണ്ട്. ഇപ്പം ആ സമയത്ത് ഇവിടെ അമ്മ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാല് എന്താ പറയാ വീട് ഒറ്റയ്ക്കാവൂല. ഇപ്പൊ നിലവിൽ ഞാനിപ്പോ ആര്യനൊരു 3 ദിവസം എന്റെ ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് വീട് കൂട്ടിയിട്ടിട്ട് പോകലാണ്. അപ്പൊ എന്താ വെച്ചാൽ ഈ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ സത്യം പറഞ്ഞാല് എനിക്കിപ്പോ ഞാൻ പുറത്തേക്ക് ജോബ് നോക്കിയിട്ട് വരും. ഞാൻ പോവാത്തത് എന്തുകൊണ്ടാ വെച്ചാല് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോയി കഴിഞ്ഞാല്
എനിക്ക് ഞാൻ ഇപ്പൊ എന്റെ വൈഫിനെ അവളെ വിട്ടു കൊണ്ടാക്കണ്ടേ. അപ്പൊ അതൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. ആൾക്ക് അച്ഛനമ്മക്ക് നല്ലോണം നോക്കിക്കോളൂ. പക്ഷെ എങ്കിൽ പോലും ഞാൻ അവളെ കല്യാണം കഴിച്ചത് ഞാൻ നോക്കാൻ വേണ്ടിയിട്ടാ. ഞാനുള്ള അത്രയും കാലം, അതിപ്പോ ഞാൻ ഉള്ള അത്രയും കാലം അവളെ നല്ലോണം നോക്കണം. അതിന്റെ ഒരു കടമയാണ്. അതൊരിക്കലും എന്റെ ഒരു ബാധ്യതയല്ല. ഞാനിപ്പോ ജോബൊക്കെ റിസൈൻ ചെയ്തിട്ടും ഞാനിപ്പോ നിൽക്കണ്ടേ, ഞങ്ങളിപ്പം ഞങ്ങളുടേതായ സൈഡായിട്ട് വരുമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ ജീവിക്കാനുള്ള മുതൽ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അതല്ലാണ്ട് ഒരു ബുദ്ധിമുട്ട്, എനിക്ക് വലുതായിട്ട് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് ഞാൻ ഒരിക്കലും യൂട്യൂബിൽ വന്നിട്ട് ഷെയർ ചെയ്തിട്ട് നിങ്ങളടുത്ത് അതായത് ഒരു സിമ്പതി പിടിച്ചു പറ്റാനോ ഒന്നിനും ഞാൻ നിൽക്കൂല. എന്നെ സംബന്ധിച്ചിടത്തോളം വിഷമങ്ങൾ ഉണ്ടാവും. ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് ഇടും. കാരണം എന്താ വെച്ചാല് ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നാല് എനിക്ക് വരുന്നത് സത്യം പറഞ്ഞാല് റീൽസ് ആണ്. നമ്മളെ മെന്റാലിറ്റി എന്താണ് അതിലിപ്പം കുറെ സപ്പോർട്ടായിട്ടുള്ള കുറെ വീഡിയോസ് ആണ്. അത് ഞങ്ങൾ പറയാം കേട്ടോ. ദൈവങ്ങൾ ദൈവത്തിന്റെ ഒരു കോഡ്സ് ഒക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ കോഡ്സിലൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരും. എന്നും കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. ആ സമയത്ത് ഇങ്ങനെ നമുക്കൊരു ഉള്ളുന്നൊരു ഫീലാണ്. കാരണം ഒരു അദൃശ്യമായത്, അതായത് ദൃശ്യമായിട്ടുള്ള ഒരു കാഴ്ചയല്ല ദൈവം എന്ന് പറയുന്നത്. ആ ദൈവം പോലും നമ്മളൊപ്പം കൂടെ ഉണ്ട് എന്നുള്ള രീതിക്ക് ഒരു റീൽസിലൂടെയെങ്കിലും നമുക്ക് സപ്പോർട്ടിങ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ അതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റാറ്റസ് ഇടുന്നത് എന്താ വെച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ അത് വാനിഷ് ആയി പോകും. അതല്ലാണ്ട് യൂട്യൂബിൽ ഇപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ട് ഇതിന്റെ വിഷമം ഇങ്ങനെ കുത്തിരുന്നിട്ട് റോസ്റ്റ് ചെയ്ത് എല്ലാവരും കുത്തിരുന്നത് കണ്ട് വ്യൂവേഴ്സ് കൂടി എനിക്കിത് ഇൻകം ഉണ്ടാക്കുക എന്നുള്ള രീതിക്ക് ഞാൻ തിരിച്ചില്ല. പിന്നെ നോർമലി നമ്മളെ വീട്ടിൽ നടക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് വീഡിയോ ചെയ്യുന്നത്, അത് നമ്മളെ നോർമൽ റൊട്ടീൻ, അതായത് അത് യൂട്യൂബിൽ നോർമലി. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ഭയങ്കര നെഗറ്റീവായിട്ട് ഒരു അടി ഉണ്ടാകുമ്പോൾ ഒക്കെ എടുത്ത് കച്ചറ ഉണ്ടാകുമ്പോൾ എടുത്തിട്ട് വീഡിയോ ഇടണം എന്ന് ചിന്തിക്കുന്ന ഒരാളൊന്നല്ല. എന്റെ വീട്ടിൽ ഇപ്പം കച്ചറ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ വീട്ടിൽ തന്നെ പറഞ്ഞ് തീർക്കാനുള്ള ഒരു കഴിവും അതേപോലെ തന്നെ അത് സംസാരിക്കാനുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട്. അതല്ലാണ്ട് യൂട്യൂബിലേക്കൊന്നും അത് എടുത്തു കൊണ്ടുവരില്ല. അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവത്രേ ഉള്ളൂ. ഞാനത് നിർത്തുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾ ഈ കമന്റ് ഒക്കെ ഇടുമ്പോൾ നമ്മളെ ഫാമിലി ഒട്ടാകെ ബാധിക്കുന്ന രീതിക്കുന്നുണ്ട് ഇത്. കാരണം നമ്മളെ ഈ ഫാമിലിയിൽ നമുക്കൊക്കെ കുറച്ചെങ്കിലും ആൾക്കാരുടെ അടുത്ത് മുന്നോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ആൾക്കാരെ കാണണം. നാളെ ഇപ്പൊ ഞാൻ ഇറങ്ങുന്ന സമയത്ത് എന്താണ് വീട്ടിൽ പ്രശ്നം, അല്ലെങ്കിൽ വീട്ടിൽ എന്താ സുഖമാണോ, എന്താണ് എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോണ്ടല്ലോ, നമ്മളെന്തോ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ജീവിക്കുന്ന പോലെയുള്ള ഒരു ഫീലാ. എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് ഒരു പ്രശ്നവും ഇല്ല. ഞാനിപ്പോ ജീവിക്കാനുള്ളത് ഞാനും ആര്യമാണെങ്കിലും ഇപ്പൊ വീട്ടില് നമ്മളൊരു വലിയ ബുദ്ധിമുട്ട് ദൈവം സഹായിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിച്ചു പോകുന്നത്. ഒരു ഇല്ലാത്തൊരു നേരത്ത് വരുമ്പോ പോലും ദൈവം ഒരു സ്കീമിൽ ഒരു വഴി കൂടെ നമ്മൾ കൊണ്ടുതരും. ചില സമയത്ത് ഒരുപാട് ഇൻകം വന്ന സമയം എല്ലാം ഉണ്ട്. നമുക്ക് ജീവിതം എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യാം. അത് ഫേസ് ചെയ്യാൻ ഞാനാണെങ്കിലും ഇപ്പൊ ഈ വീട്ടിലുള്ള ആരെയാണെങ്കിലും ഒക്കെ റെഡിയാണ്. ഇപ്പൊ എല്ലാവർക്കും എല്ലാവരുടെ ജീവിതവും വേണം എന്നുള്ള ഓരോ കാഴ്ചപ്പാടിലാണ് എല്ലാവരും ജീവിക്കുന്നത്. അതല്ലാണ്ട് എനിക്കിപ്പം ഞാൻ എന്റെ ജീവിതം അതായത് ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കാന്ന് വെച്ചിട്ടൊന്നും ആരും ജീവിക്കണ്ട. ആ ജീവിക്കുന്നില്ല, എല്ലാവർക്കും വേണ്ടി ജീവിക്കണം. അതൊന്നും ഒരു കുറ്റമല്ല. എല്ലാവർക്കും വേണ്ടി ജീവിക്കുക. അതല്ലാണ്ട് എന്നിട്ട് ബാക്കിയുള്ളവർ ജീവിതത്തിലേക്ക് വല്ലാണ്ട് എടുത്ത് ടോർച്ചർ ചെയ്യരുത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അതായത് ഞാൻ ഇപ്പൊ എന്റെ ഫാമിലി ആയിട്ട് ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ജീവിച്ചു പോകണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഓരോ വീഡിയോസിൽ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ വിഷമമായിട്ടോ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പേഴ്സണലി പറഞ്ഞു തീർക്കുക. അതല്ലാണ്ട് നെഗറ്റീവായിട്ട് ഇട്ടിട്ട് കമന്റ് ഇട്ടിട്ട് നമ്മളെ സ്നേഹിക്കുന്നവരുടെ ഇടയിലേക്ക് ഇല്ലാത്തൊരു വിഷം കുത്തി വെച്ചിട്ട് നിങ്ങൾ അധികം ഉണ്ടാക്കാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് ഏതൊരു ഗൗതമോ, ഇനിയിപ്പോ ഗൗതമിന് പ്രത്യേകിച്ച് എന്തെങ്കിലും അതിന്റെ ഇപ്പൊ വല്ലാത്ത വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ കോഴിക്കോടാണ് സ്ഥലം വരുന്നത്, എന്നെ വന്ന് കാണാം. ഞാൻ വിളിച്ചാലും ഞാൻ പേഴ്സണലി വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും, ഞങ്ങൾക്ക് നമ്പർ തരാം, വേണേ കാണാൻ വന്ന് കാണാൻ നമുക്ക്. എന്താ വെച്ചാല് അതല്ലാണ്ട് ഒരുമാതിരി ഒരു ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നേരിട്ട് പറയാം. അതല്ലാണ്ട് ഇമാതിരി ഒരു ചീപ്പായിട്ടുള്ള ഡയലോഗ് ഒക്കെ അടിച്ചിട്ടുള്ള പരിപാടികൾ നിർത്തുക. ഫേക്ക് അക്കൗണ്ടിലൊക്കെ കളിച്ചോ, ആവശ്യത്തിനൊക്കെ കളിക്കും. അത് കളിക്കുമ്പോൾ പക്കാ തരം താഴല്ലേ, ഒരു നോർമലൊക്കെ കളിക്കും. ഞാൻ എന്തായാലും എന്റെ ഫാമിലി ആയിട്ട് ഒരു കുഴപ്പമില്ലാതെ ഡീസെന്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചിട്ട് എനിക്ക് ഇവിടെ റവന്യൂ കൂട്ടേണ്ട ആവശ്യമില്ല. ഞാനത് ചെയ്യുന്നില്ല. നമുക്ക് ഉള്ളതുള്ള പോലെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ കുത്തിരുന്നിട്ട് നെഗറ്റീവായി തപ്പി പിടിക്കണ എന്തും നെഗറ്റീവായി തപ്പി പിടിച്ചിട്ട് വീഡിയോ ചെയ്തൂടെ. ഞാൻ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് വീഡിയോസ് ഇട്ടിട്ട് ഇങ്ങനെ കച്ചറുണ്ടാക്കിയിട്ടോ ഒന്നും ഉണ്ടാക്കിയിട്ട് ജീവിക്കണം എന്നില്ല. പോസിറ്റീവായിട്ട് ജീവിക്കുക. ഇനിയിപ്പോ ഒരാളെ ബുദ്ധിമുട്ടിക്കാനും ഇല്ല. നമ്മള് ഹാപ്പി ആയിട്ട് ഹാപ്പി എവിടെ ഉണ്ടോ അവിടെ സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കാൻ നോക്കുക. അതല്ലാണ്ട് നെഗറ്റീവായിട്ട് ജീവിക്കാനോ കച്ചണ്ടാക്കാനോ ഒന്നുമില്ല. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാരും കൂടെ നിൽക്കുക, സ്നേഹിക്കുന്നവരൊക്കെ കൂടെ നിൽക്കുക. കാരണം ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമുക്കൊരാളടുത്ത് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ സമയം കിട്ടി. ഈ 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമ്മളെ
ആളുമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നേ, ആ സംസാരത്തിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നമ്മളെ മനസ്സിൽ ഉള്ള വേറെ വിഷമങ്ങളൊക്കെ സൈഡിലേക്ക് മാറി നിൽക്കുന്ന അറിയാം. അപ്പൊ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ജീവിതത്തിൽ നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഇതിനെ പറ്റി വെറുതെ കുറച്ച് അരമണിക്കൂറോ 1/4 മണിക്കൂറോ സംസാരിക്കുക. അവിടെ തന്നെ നമ്മളെ പ്രശ്നങ്ങൾ കുറെ കഴിഞ്ഞിട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് സത്യം പറഞ്ഞാൽ സീരിയസ്ലി യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ പേഴ്സണലി മെസ്സേജ് യൂട്യൂബിലായാലും നല്ല ഒരു മോൻ എന്നൊക്കെ പറഞ്ഞു കാണുമ്പോണ്ടല്ല സന്തോഷമുണ്ട്. കാരണം ഒരു കൂടെ നിൽക്കാൻ ഒരു അമ്മ നമ്മളെ ഇപ്പൊ എന്താ പറയാ ഒരു മോനെ വിളിക്കുന്ന ഒരു ഫീൽ തന്നെ എനിക്ക് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് പേര് അങ്ങനെ മെസ്സേജ് അതായത് അനക്ക് അപ്പൊ കേൾക്കുമ്പോൾ ഹാപ്പിയാണ്. ഈ ഒരു സപ്പോർട്ടിങ് എപ്പോഴും കൂടെ നിന്നിട്ട് സെറ്റ് ചെയ്യുക. നമ്മളെ കൂടെ തന്നെ എപ്പോഴും നിൽക്കുക, സ്നേഹത്തോടു കൂടി നിൽക്കുക, അതായത് ഇഷ്ടത്തോട് കൂടിയിട്ട് നിൽക്കുക കേട്ടോ. അല്ലാണ്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ, ഞാൻ സത്യം പറഞ്ഞ പക്കാ നമ്മളെ നെഗറ്റീവായിട്ട് അറിഞ്ഞുകൊണ്ട് കരിവായിട്ട് തേക്കണം ചിന്തിക്കുന്നവർ ദയവ് തെറ്റി വീഡിയോ കണ്ടിട്ട് നമ്മളെ കുത്തിരുന്നിട്ട് റോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്. നമുക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ, ആ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയാണ്. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ, ബൈ.